സെക്ഷൻ 3.1 കണ്ടിന്യൂറ്റി ആൻഡ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിലായിട്ട് കണ്ടിന്യൂറ്റി എന്നുള്ള പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറമാണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ രണ്ട് വേർഷൻ ആക്കിയിട്ട്, ഫസ്റ്റ് വേർഷൻ സെക്കൻഡ് വേർഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് വേർഷൻ ആക്കിയിട്ടാണ് ഈ ഓരോ തിയറം പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൻ്റെ ഫസ്റ്റ് വേർഷൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൻ്റെ ഫസ്റ്റ് വേർഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ലെറ്റ് എഫ് ബി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. സപ്പോസ് ദാറ്റ് ഫോർ സം നമ്പർ സി f of a less than c less than f of p or f of a greater than c greater than f of p, there exists an x naught in ab open interval ab such that f of x naught is equal to c. അതായത് നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ എഫ് എന്നുള്ളൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു നമ്പർ സീനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സച്ച് ദാറ്റ് സി എന്ന് പറയുന്ന നമ്പർ എവിടെ ആയിരിക്കും? എഫ് ഓഫ് എൻ്റെയും എഫ് ഓഫ് ബിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു നമ്പർ സീനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ എക്സ് നോട്ട് എന്നുള്ള പുതിയ ഒരു വാല്യൂവിനെ നമുക്ക് കിട്ടും. സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? സിക്ക് ഈക്വൽ ആയിരിക്കും. ഇതാണ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നിങ്ങൾക്ക് ഗ്രാഫിക്കലി കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഗ്രാഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ് ആക്സിസും വൈ ആക്സിസും കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. ഇനി നമ്മൾ എക്സ് ആക്സിസിലാണ് രണ്ട് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിന്ന് കൺസിഡർ ചെയ്യുന്നത്, എ ബി എന്നുള്ള രണ്ട് പോയിൻ്റ്. അപ്പം നമ്മളിവിടെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എയിലും ബിയിലും കൂടി മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ പോയിൻ്റ് മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷന് ഗ്രാഫ് ഏകദേശം ഈ ഒരു ഫോമിലായിരിക്കും വരാം. അപ്പം എക്സ് ആക്സിസിൽ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വൈ ആക്സിസിൽ എന്തുണ്ടാവും? എഫ് ഓഫ് എ ഉണ്ടാവും. അതുപോലെ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വൈ ആക്സിസിൽ എഫ് ഓഫ് ബിയും ഉണ്ടാവും. ഇനി നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലുള്ള കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് എൻ്റെയും എഫ് ഓഫ് ബിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് സി എന്നുള്ളൊരു പോയിൻ്റ് ഉണ്ടാവും. അപ്പോൾ സി എന്നുള്ള പോയിൻ്റ് ഞാൻ ഏകദേശം ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്യുകയാണ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്? എക്സ് നോട്ട് എന്നുള്ളൊരു പോയിൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? എക്സ് നോട്ട് എന്നുള്ളൊരു പോയിൻ്റ് എൻ്റെയും ബിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേസാണ് നമുക്ക് ഫസ്റ്റ് വേർഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ എഫ് ഓഫ് എക്സ് നോട്ടിൻ്റെ വാല്യൂ ചെക്ക് ചെയ്താൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? എഫ് ഓഫ് എക്സ് നോട്ടിൻ്റെ വാല്യൂ സി ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത്രയാണ് നമുക്ക് ആ ഒരു ഫസ്റ്റ് വേർഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പം ഈ ഒരു ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൻ്റെ ഫസ്റ്റ് വേർഷൻ എന്താ പറയുന്നതെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ആ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം പറഞ്ഞപ്പം അതിൽ രണ്ട് കണ്ടീഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? എഫ് ഓഫ് എ ലെസ് ദാൻ സി ലെസ് ദാൻ എഫ് ഓഫ് പി, അതുപോലെ എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് പി. ഇത് രണ്ടും മീൻ ചെയ്യുന്നത് എന്താ? സി എന്നുള്ളൊരു നമ്പർ എഫ് ഓഫ് എൻ്റെയും എഫ് ഓഫ് ബിൻ്റെയും നടുക്കായിട്ട് അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. പക്ഷേ അതിൽ എഫ് ഓഫ് എ ലെസ് ദാൻ സി ലെസ് ദാൻ എഫ് ഓഫ് പി എന്നുള്ള കണ്ടീഷനാണ് ഇപ്പോൾ നമ്മൾ ഗ്രാഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ സീൻ്റെ വാല്യൂ എവിടെയാണ്? എഫ് ഓഫ് ബിനെക്കാട്ടിയും കുറവാണ്, പക്ഷേ എഫ് ഓഫ് എനെക്കാട്ടിയും കൂടുതലാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ വെച്ചിട്ടൊന്ന് നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് നോക്കാം. അതായത് എഫ് ഓഫ് എൻ്റെ വാല്യൂ സീനെക്കാട്ടിയും കൂടുതലാണ്, എഫ് ഓഫ് ബി എന്ന് പറയുന്നത് സീൻ്റെ താഴെയായിട്ട് വരുന്ന പോലെ നമുക്ക് ഈ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ഞാനിതുപോലെ എക്സ് ആക്സിസും വൈ ആക്സിസും കൺസിഡർ ചെയ്തു. ഇനി എ എന്നുള്ള പോയിൻ്റ്, എ ബി എന്നുള്ള ക്ലോസ് ഇൻ്റർവെൽ എക്സ് ആക്സിസിൽ നമ്മൾ മാർക്ക് ചെയ്യാം. ഓക്കെ, എ ബി എന്നുള്ള മാർക്ക് ചെയ്തു. ഇനി എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എഫ് ഓഫ് എ എവിടെ ആയിരിക്കും? എഫ് ഓഫ് ബിനെക്കാട്ടി ഗ്രേറ്റർ ദാൻ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എൻ്റെ സ്ഥാനം ഏകദേശം ഈ ഒരു പൊസിഷനിലായിട്ട് മാർക്ക് ചെയ്യാം. അതുപോലെ എഫ് ഓഫ് ബി ഏറ്റവും ചെറുതാണ്, എഫ് ഓഫ് ബി ലെസ് ദാൻ സി യു ആണ് വരുന്നത്. അപ്പം എഫ് ഓഫ് ബി ഏകദേശം ഇവിടെ ആയിട്ടായിരിക്കും വരാം. ഇനി നമ്മൾ ഈ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രാഫിൻ്റെ എന്താ പറയുക സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇത് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പോയിൻറ്റ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ഫംഗ്ഷൻ എഫ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ് അതിനെക്കൊണ്ട് ബ്രേക്ക് ഇല്ലാണ്ട് വരയ്ക്കുന്ന ഗ്രാഫുകളൊക്കെ ഈ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫാക്കിയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം
നമ്മളിവിടെ ഇൻ ബിറ്റ്വീൻ എഫ് ഓഫ് എ എഫ് ഓഫ് ബിയും ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമാണ്. അതായത് നമ്മൾ ഗ്രാഫിൽ ബ്രേക്കിംഗ് ഒന്നും വരാണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വരക്കാൻ പറ്റുന്ന ഒരു ഗ്രാഫിക്കൽ സ്ട്രക്ചറാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ഇനി നമ്മളെ കണ്ടീഷൻ എന്തായിരുന്നു? എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് ബി. അവിടെയും സീൻ്റെ സ്ഥാനം എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അത് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഗ്രാഫിന് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ എക്സ് നോഡ് എന്നുള്ള പോയിൻ്റ് എൻ്റെയും ബീൻ്റെയും ഇൻ ബിറ്റ്വീൻ ആക്കിയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എഫ് ഓഫ് എക്സ് നോട്ടിൻ്റെ വാല്യൂ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെന്നാണ് കിട്ടുന്നത്? സി എന്നുള്ള വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ഫസ്റ്റ് വേർഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പം ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. ഞാൻ സെക്കൻഡ് വേർഷനിലേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ സെക്കൻഡ് വേർഷൻ പറയുന്നതിന് മുന്നേ ഇവിടെ ഒരു ചെറിയ കാര്യം കൂടി ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിപ്പം കണ്ടപ്പം സി എന്നുള്ള ഈ ഒരു പോയിൻ്റ് സി എന്നുള്ള പോയിൻ്റ് നമ്മൾ y ഈക്വൽ ടു സി എന്നുള്ള ഒരു ഗ്രാഫാക്കി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലൈൻ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഇങ്ങനെ വരയ്ക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ആ ലൈന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മളൊരു ഗ്രാഫ് ഇവിടെ ഫസ്റ്റ് വേർഷനെ കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഒരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്രാഫ് സി എന്നുള്ള ഈ ഒരു ലൈനിനെ ക്രോസ് ചെയ്തുകൊണ്ട് പോകുന്ന ഗ്രാഫായിരിക്കും എന്നുള്ളതും കൂടി നമുക്ക് ഈ ഒരു കേസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് വേർഷനിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൻ്റെ സെക്കൻഡ് വേർഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലെറ്റ് എഫ് ബി കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇൻ്റർവൽ എ ബി ആൻഡ് സപ്പോസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സി ഫോർ ഓൾ എക്സ് ഇൻ എ ബി. If f of a less than c, then f of b less than c. Similarly, if f of a greater than c, then f of b greater than c as well. അതായത് നമ്മൾ ഒരു ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് കൺസിഡർ ചെയ്യുകയാണ്. അവിടെ പറയുന്ന കണ്ടീഷൻ ഇതാണ്: എഫ് ഓഫ് എക്സ്, എക്സിൻ്റെ ഈ എ ബി എന്നുള്ള ഇൻ്റർവെല്ലുള്ള ഏത് എക്സിൻ്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് എക്സ് എന്തിന് ഈക്വൽ ആയിരിക്കില്ല? സി എന്ന് പറയുന്ന ഒരു വാല്യൂക്ക് ഈക്വൽ ആയിരിക്കില്ല. അതുപോലെ വേറൊരു കണ്ടീഷൻ പറയുന്നത് ഇഫ് എഫ് ഓഫ് എ ലെസ് ദാൻ സി ദെൻ എഫ് ഓഫ് ബി ലെസ് ദാൻ സി. അതായത് സി എന്നുള്ളൊരു പോയിൻ്റ് ഉണ്ടെങ്കിൽ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും, എഫ് ഓഫ് എ സീനെക്കാട്ടി കുറവാണെങ്കിൽ എഫ് ഓഫ് ബിയും സീനെക്കാട്ടി കുറവായിരിക്കും. അതുപോലെ എഫ് ഓഫ് എ സീനെക്കാട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് ബിയും സി എന്നുള്ളൊരു വാല്യൂവിനെക്കാട്ടിയും കൂടുതലായിരിക്കും. ഫസ്റ്റ് വേർഷനിൽ നമ്മൾ സി എന്നുള്ള വാല്യൂ ഇൻ ബിറ്റ്വീൻ എഫ് ഓഫ് എയും എഫ് ഓഫ് ബി ആയിരുന്നു കൺസിഡർ ചെയ്തത്. ഇവിടെ നേരെ തിരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും കൺസിഡർ ചെയ്യുകയാണ്. ഇനി ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും, എഫ് ഓഫ് എ സീനെക്കാട്ടി കുറവാണെങ്കിൽ എഫ് ഓഫ് ബിയും സീനെക്കാട്ടി കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബീനെ കൺസിഡർ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഈ എ ബി എന്നുള്ള ഇൻ്റർവെല്ലിൽ നമുക്ക് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളിവിടെ y ഈക്വൽ ടു സി എന്നുള്ള ഒരു ലൈന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇവിടെയാണ് y ഈക്വൽ ടു സി എന്നുള്ള ലൈന് കിടക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ വെച്ചിട്ട് എന്താണ്? എഫ് ഓഫ് എ സീനെക്കാട്ടി കുറവാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് ബിയും സീനെക്കാട്ടിയും കുറവായിരിക്കും. അപ്പോൾ ഏകദേശം നമുക്ക് എഫ് ഓഫ് എൻ്റെയും എഫ് ഓഫ് ബീൻ്റെ പൊസിഷൻ സീൻ്റെ താഴെ ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എയും ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് ബിയും മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഗ്രാഫിൻ്റെ ഏകദേശം പൊസിഷൻ ഇങ്ങനെയോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരക്കട്ടോ. കാരണം ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയാൽ മാത്രം മതി. ഓക്കെ, അതായത് ബ്രേക്ക് ഇല്ലാണ്ട് വരക്കാൻ പറ്റണം. അതാണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഗ്രാഫിൽ മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫംഗ്ഷൻ വരച്ച് വെച്ചു. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്താ മനസ്സിലാവുന്നത്? നമ്മുടെ ഗ്രാഫ് ഒരിക്കലും ഈ സി എന്ന് പറഞ്ഞിട്ടുള്ള ലൈന് ക്രോസ് ചെയ്ത് പോകുന്നില്ല. ഓക്കെ, ഇൻ കേസ് ഇത് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഫസ്റ്റ് വേർഷനിലേക്ക് നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാറിപ്പോകും. പക്ഷേ നമ്മുടെ കണ്ടീഷൻ വെച്ചിട്ട് സി എന്നുള്ള പോയിൻറ്റിൻ്റെ താഴെയാണ് എന്ത് വരുന്നത്? എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ബീൻ്റെ വാല്യൂ എഫ് ഓഫ് എ ലെസ് ദാൻ സിയും എഫ് ഓഫ് ബി ഗ്രേറ്റർ ദാൻ സിയും ആയി കഴിഞ്ഞാൽ എങ്ങനെ വരും? എഫ് ഓഫ് ബീൻ്റെ പൊസിഷൻ ഈ ഒരു സി എന്ന് പറയുന്ന ലൈനിൻ്റെ മേലായിട്ടായിരിക്കും വരിക അല്ലേ? എഫ് ഓഫ് ബി ഇവിടെ വരും. അങ്ങനെ വരുമ്പം ഈ പോയിൻ്റ് ഇവിടെ ആവുന്നതിന് പകരം എവിടെ ആയിരിക്കും? ഇവിടെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് കണ്ടിന്യൂസ് ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈനിനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ സെക്കൻഡ് വേർഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെതിരെയാണ് നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള കേസ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ഇവിടെ എന്തായാലും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ എന്തായാലും വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സെക്കൻഡ് വേർഷൻ അനുസരിച്ചിട്ട് സി എന്നുള്ളൊരു പോയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫ് കിടക്കുന്നത് ആ സി നമ്മൾ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈനിൻ്റെ താഴെ ആയിരിക്കും നമ്മുടെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ കിടക്കുന്നത്.
ഓക്കെ, ഇതുപോലെ ഇതിൽ ഒരു കണ്ടീഷൻ കൂടി ഉണ്ടായിരുന്നു അല്ലേ, എഫ് ഓഫ് എൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ സി ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് ബീൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ സി ആയിരിക്കും എന്നുള്ളത്. ആ ഒരു കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരിക, ഇതുപോലെ എക്സ് ആക്സിസും വൈ ആക്സിസും മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എ ബി എന്നുള്ള ക്ലോസ്ഡ് ഇൻ്റർവെൽ കൺസിഡർ ചെയ്തു. അപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഇൻ ബിറ്റ്വീൻ ആക്കി സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വാല്യൂ ഇല്ല എന്നല്ലേ നമ്മൾ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വൈ ഈക്വൽ ടു സി എന്നുള്ളൊരു പോയിൻ്റ് ഇവിടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സീൻ്റെ പൊസിഷൻ ഏകദേശം ഇവിടെ വരും. ഇനി എഫ് ഓഫ് എയും ഗ്രേറ്റർ ദാൻ സി ആണ്, എഫ് ഓഫ് ബിയും ഗ്രേറ്റർ ദാൻ സി ആണ്. അപ്പോൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എ സി എന്ന് പറയുന്ന ഈ ലൈൻ്റെ മേലായിരിക്കും. അതുപോലെ എഫ് ഓഫ് ബി എന്നുള്ള ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇവിടെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് പോയിൻറ്റ്സ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്രാഫ് ഇങ്ങനെ ഈ ഒരു സി എന്നുള്ള ലൈൻ്റെ മേലായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമതൊരു കണ്ടീഷൻ എഫ് ഓഫ് എൻ്റെ വാല്യൂ ലെസ് ദാൻ സി ആയിട്ട് എടുത്താൽ ഏകദേശം ഇവിടെ വരും. ഓക്കെ, അപ്പോൾ അവിടെ വരുമ്പോഴും എന്താണ്, ഈ ഒരു ലൈനെ ക്രോസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോഴും നമ്മുടെ സെക്കൻഡ് വേർഷനെതിരെയാണ് കണ്ടീഷൻസ് പോകുന്നത്. അപ്പോൾ സെക്കൻഡ് വേർഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഫോമിലായിരിക്കും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കിട്ടുന്നത്. അപ്പോൾ ഈ രണ്ട് വേർഷൻസും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്കിത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൻ്റെ രണ്ട് വേർഷൻസ് കണ്ടു അല്ലേ. ഇനി അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഷോ ദാറ്റ് ദർ എക്സിസ്റ്റ് ആൻ എക്സ് നോട്ട് സച്ച് ദാറ്റ് എക്സ് നോട്ട് റേസ് ടു 5 മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു 3. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് വരുന്ന ഒരു എക്സ് നോട്ടിനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ എന്താണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 ആണ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് നോട്ട് റേസ് ടു 5 മൈനസ് എക്സ് നോട്ട് ആക്കിയിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എടുത്തുകൊണ്ട് നമുക്കിതിനെ എക്സ് റേസ് ടു 5 മൈനസ് എക്സ് ആക്കിയിട്ട് എഴുതാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ക്ലോസ് ഇൻ്റർവെൽ എ ബി ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സിൻ്റെ വാല്യൂ നമ്മൾ ആദ്യം ഈ എഫ് ഓഫ് എക്സിൽ 0 വാല്യൂ കൊടുത്തു വെക്കും. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ നമുക്ക് 0 ആണ് കിട്ടുക. 0 റേസ് ടു 5 മൈനസ് 0 കിട്ടും. എഫ് ഓഫ് 1 കൊടുത്ത് നോക്കുക, അപ്പോഴും നമുക്ക് 0 ആണ് കിട്ടുന്നത്. 2 കൊടുത്തു കഴിഞ്ഞാൽ 30 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടൊരു വാല്യൂസ് കിട്ടുന്നത് എവിടെയാണ്, 0ലും 2ലും. അപ്പോൾ നമ്മൾ ക്ലോസ് ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്നത് 0, 2 ആയിരിക്കും. എഫ് ഓഫ് എ എഫ് ഓഫ് ബി എന്നുള്ള ഇൻ്റർവെൽ 0, 30 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇൻ്റർവെൽസോടെ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമ്മുടെ കണ്ടീഷൻ എന്താണ്, എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 3 എന്നാണ് അല്ലേ. അപ്പോൾ അവിടെ സീൻ്റെ വാല്യൂ എന്താണ്, സീൻ്റെ വാല്യൂ 3 ആണ്. അതായത് 3 കിടക്കുന്ന സി എവിടെയാണ് കിടക്കുന്നത്, എഫ് ഓഫ് എൻ്റെയും എഫ് ഓഫ് ബീൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട്. അപ്പോൾ 0, 30 എന്നുള്ള ഈ ഒരു ഇൻ്റർവെല്ലിൽ നോക്കിക്കഴിഞ്ഞാൽ 3 വരുന്നത് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 30 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് നോട്ട് എവിടെ ഉണ്ട് നമുക്ക് പറയാൻ പറ്റും, 0, 2 എന്നുള്ള ഇൻ്റർവെല്ലിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ അത്ര മാത്രമേ ഉള്ളൂ, എക്സ് നോട്ടിൻ്റെ വാല്യൂ കാണാൻ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഷോ ദാറ്റ് ദർ എക്സിസ്റ്റ് ആൻ എക്സ് നോട്ട് സച്ച് ദാറ്റ് ദിസ് കണ്ടീഷൻ ഇസ് സാറ്റിസ്ഫൈഡ്. അപ്പോൾ നമ്മളിവിടെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എക്സ് നോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ എക്സ് നോട്ട് എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഇതിൽ എക്സ് നോട്ട് കാണുന്ന ഈ ഒരു മെത്തേഡിനെ നമ്മൾ ബൈസെക്ഷൻ മെത്തേഡ് എന്നാണ് വിളിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റു സെമ്മിൽ പഠിക്കാനുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ഇത് എന്താണെന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ബൈസെക്ഷൻ മെത്തേഡിൽ എങ്ങനെ സോൾവ് ചെയ്യും, എക്സ് നോട്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രം അറിയാൽ മതി. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ 0, 2 ആണ് നമ്മുടെ ഇൻ്റർവെൽ എ ബി എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു അല്ലേ. എ ബി എന്നുള്ള ഇൻ്റർവെൽ എവിടെയാണ്, 0, 2 ആണ്. അതുപോലെ എഫ് ഓഫ് എ എഫ് ഓഫ് ബി എന്ന് പറയുന്ന ഇൻ്റർവെൽ 0, 30 ആണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ സി വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 3 ആണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 0ൻ്റെയും 2ൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന എക്സ് നോട്ടിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ എക്സ് നോട്ടിൻ്റെ വാല്യൂ എങ്ങനെ ബൈസെക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യും എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ 0, 2 എന്നുള്ള ഇൻ്റർവെല്ലിനെ ചെറുതാക്കി മാക്സിമം നമ്മളെ കൊണ്ട് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ചെറുതാക്കി കൊണ്ടുവരാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഈ ഒരു ഇൻ്റർവെല്ലിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത കേസിൽ എഫ് ഓഫ് 0 കണ്ടപ്പം നമുക്ക് 0 വാല്യൂ കിട്ടി, എഫ് ഓഫ് 1 കണ്ടപ്പോഴും നമുക്ക് 0 വാല്യൂ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻ്റർവെല്ല് ചെറുതാക്കാൻ എന്നുള്ള രീതിയിൽ നമ്മൾ പുതിയ ഇൻ്റർവെല്ലാക്കിയിട്ട്
അടുത്ത സ്റ്റെപ്പിൽ എന്തെടുക്കും? 1, 2 എന്നുള്ളതാണ് നമ്മുടെ ഇൻ്റർവെൽ എന്നുള്ളത് കൺസിഡർ ചെയ്യും. അപ്പോൾ 1, 2 എന്നുള്ള ഇൻ്റർവെൽ നോക്കിക്കഴിഞ്ഞാൽ എഫ് ഓഫ് 1ൻ്റെ വാല്യൂ എന്താ വരുന്നത്? 0 ആണ്. എഫ് ഓഫ് 2ൻ്റെ വാല്യൂ നമുക്ക് 30 ആണ് കിട്ടുന്നത്. കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മുടെ 3 വരുന്നത്. അപ്പം ഈ ഒരു ഫസ്റ്റത്തെ ഇൻ്റർവെൽ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു ഫസ്റ്റത്തെ ഇൻ്റർവെല്ലിനെ നമ്മൾ വീണ്ടും ചെറുതാക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ എൻഡ് പോയിൻറ്റ്സ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അതായത് ഈക്വൽ ആയിട്ട് ഇതിനെ എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 1, 1.5 ആൻഡ് 1.5, 2 ഇങ്ങനെ ആക്കിയിട്ട് ഈ ഒരു ഇൻ്റർവെല്ലിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു ഇൻ്റർവെല്ലിൽ നമ്മൾ എഫ് ഓഫ് 1ൻ്റെ വാല്യൂ നമുക്കറിയാം 0 ആണ്. എഫ് ഓഫ് 2ൻ്റെ വാല്യൂ നമുക്കറിയാം 30 ആണ്. എഫ് ഓഫ് 1.5 ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? എന്തായാലും ഈ 30നെക്കാട്ടിയും ചെറിയ ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്താൽ 6.95 എന്നങ്ങാണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ 6.95 നോക്കിക്കഴിഞ്ഞാൽ അത് 3നെക്കാട്ടിയും വലിയ വാല്യൂ അല്ലേ? അപ്പോൾ നമുക്ക് പുതിയ ഇൻ്റർവെൽ ആക്കിയിട്ട് ഏതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും? 1.5നെ കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം ഈ 1.5 എന്നുള്ള ഇൻ്റർവെൽ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എഫ് ഓഫ് എയും എഫ് ഓഫ് ബിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0ൻ്റെയും 6.95 ആയിരിക്കും. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണ് നമ്മുടെ 3 എന്നുള്ളതുകൊണ്ട് നമുക്ക് പുതിയ ഇൻ്റർവെൽ ആക്കിയിട്ട് 1.5നെ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ പുതിയ ഇൻ്റർവെൽ കിട്ടി 1.5. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 1.5 എന്നുള്ള ഇൻ്റർവെല്ലിനെ വീണ്ടും ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്കിതിനെ എങ്ങനെ സ്പ്ലിറ്റപ്പ് ചെയ്യാൻ പറ്റും? 1.25 ആൻഡ് 1.25, 1.5 ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 0 ആണെന്നറിയാം. എഫ് ഓഫ് 1.5 എന്ന് പറയുന്നത് 6.95 ആണെന്നറിയാം. ഇനി ഇവിടെ എന്തുകൂടി കണ്ടുപിടിക്കാം? എഫ് ഓഫ് 1.25ൻ്റെ വാല്യൂ കൂടി കണ്ടുപിടിക്കാം. അപ്പോൾ എഫ് ഓഫ് 1.25ൻ്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. നമുക്ക് വാല്യൂ 1.83 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നീ നോക്കിക്കഴിഞ്ഞാൽ ഈ 0 എന്ന് പറയുന്നത് <3 ആണ്, ഇത് greater-3 ആണ്, ഇത് <3 ആണ്. അപ്പോൾ രണ്ട് വാല്യൂസ് നമുക്ക് <3 കിട്ടിയില്ലേ? അപ്പോൾ ഈ 1.5നോട് അടുത്ത് കിടക്കുന്നത് ഏതാണ്? 1.25 ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻ്റർവെൽ ചൂസ് ചെയ്യുന്നതിന് പകരം ഏത് ഇൻ്റർവെൽ ചൂസ് ചെയ്യാം? സെക്കൻഡ് ഇൻ്റർവെൽ 1.25, 1.5 എന്നുള്ള ഇൻ്റർവെൽ ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്? 0, 2 എന്നുള്ള ഇൻ്റർവെല്ലിനെ ചെറുതാക്കിയാണ് നമ്മൾ ഈ ഒരു 1.25, 1.5 എന്നുള്ള ഇൻ്റർവെല്ലിൽ എത്തിയിട്ടുള്ളത്. നമ്മുടെ അസംഷൻ എന്താണ്? ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ അകത്ത് നമുക്ക് x0ൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത സ്റ്റെപ്പിൽ ഈ ഒരു ഇൻ്റർവെല്ലിനെ വീണ്ടും ചെറുതാക്കാൻ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ചെറുതാക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് എൻഡ് വാല്യൂസും കൂടി ആഡ് ചെയ്യാം. 1.25 + 1.5 എന്നിട്ട് ഹോൾ ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. അപ്പോൾ നമുക്കതിൻ്റെ ഹാഫ് കിട്ടും. ഇത് 1.35 എന്നങ്ങാണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 1.35 നോക്കിക്കഴിഞ്ഞാൽ 1.5നെക്കാട്ടി ചെറുതല്ലേ? അപ്പോൾ നമ്മൾ 1.25 വെച്ചിട്ട് ഈ പുതിയ വാല്യൂ ഇൻ്റർവെൽ ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ പുതിയ ഇൻ്റർവെൽ എന്ന് പറയുന്നത് 1.25, 1.35 ആൻഡ് 1.35, 1.5 ആയിരിക്കും. ഓക്കെ, ഇതിലിപ്പോൾ നമുക്ക് എഫ് ഓഫ് 1.25ൻ്റെ വാല്യൂ എന്താണെന്നറിയാം? <3 ആണെന്നറിയാം. എഫ് ഓഫ് 1.5ൻ്റെ വാല്യൂ greater-3 ആണെന്നറിയാം. ഇവിടെ അറിയാത്തത് എഫ് ഓഫ് 1.35ൻ്റെ വാല്യൂ ആണ്. അത് ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമുക്ക് വാല്യൂ ഈക്വൽ ടു, അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത് 1.375 വരും കേട്ടോ. നമ്മളങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഞാൻ 1.35 എന്നാണ് പറഞ്ഞിട്ടുള്ളത്, 1.375 വരും. അപ്പോൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് 3.54 എന്ന് കിട്ടുക. അപ്പോൾ അതെന്താണ്? 3നെക്കാട്ടിയും കൂടി, പക്ഷേ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3 ആണേനു അല്ലേ? അപ്പോൾ നമുക്ക് ഏകദേശം 1.375ൻ്റെ അടുത്താണ് നമ്മുടെ ഇൻ്റർവെൽ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് നമ്മൾ ജസ്റ്റ് റൗണ്ട് ചെയ്ത് എഫ് ഓഫ് 1.3 ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് വാല്യൂ ഏകദേശം 3ൻ്റെ അടുത്തൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? നമ്മുടെ എന്താ പറയുക, x0ൻ്റെ വാല്യൂ എവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റും? 1.25ൻ്റെയും 1.375ൻ്റെയും ഇൻ്റർവെല്ലിൽ എക്സിസ്റ്റ് ചെയ്യുന്ന റൂട്ടാണെന്നുള്ളത് നമുക്ക് ഫൈനലി കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1.25, 1.375 എന്നുള്ള ഈ ഒരു ഇൻ്റർവെല്ലാണ് നമ്മുടെ
റൂട്ട് എക്സ് നോട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. എക്സ് നോട്ടിൻ്റെ വാല്യൂ നമുക്ക് ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.3 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു ബൈസെക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഒന്നുമില്ല, നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ഇൻ്റർവെൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഈ ഒരു ബൈസെക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കി കൊണ്ടുവരാണ് ചെയ്തിട്ടുള്ളത്. ഫൈനലി നമുക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂവിന് അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഈ ഒരു പ്രൊസീജിയർ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. മൂവിങ് ടു നെക്സ്റ്റ് എക്സാമ്പിൾ. നെക്സ്റ്റ് എക്സാമ്പിൾ ഇതാണ്. സപ്പോസ് എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇൻ്റർവൽ 0-3 ആൻഡ് എഫ് ഹാസ് നോ റൂട്ട് ഇൻ ദിസ് ഇൻ്റർവൽ and f of 0 equal to 1, prove that f of x greater than 0 for all x in 0-3. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് 0-3 എന്നുള്ള ഇൻ്റർവൽ കണ്ടിന്യൂസ് ആണ്. ഇത് നമ്മൾ സെക്കൻഡ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൻ്റെ സെക്കൻഡ് വേർഷൻ യൂസ് ചെയ്തിട്ടാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻസ് എന്താണ്? 0-3 എന്നുള്ള ഇൻ്റർവലിൽ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ് തന്നിട്ടുണ്ട്. അത് കൂടാതെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? എഫ് ഹാസ് നോ റൂട്ട്സ് ഇൻ ദിസ് ഇൻ്റർവൽ. അപ്പോൾ 0-3 എന്നുള്ള ഇൻ്റർവലിൽ എഫിന് എന്തില്ല? റൂട്ടില്ല. അതായത് നമ്മളിപ്പോൾ ഒരു പൊളിനോമിയൽ ഫംഗ്ഷന് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ എക്സിൻ്റെ വാല്യൂ ആണല്ലോ അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്തല്ല, ഇതിന് റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല പറഞ്ഞാൽ അങ്ങനെ ഒരു എക്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് അർത്ഥം. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 കിട്ടും. എവിടുന്ന്? ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിന്. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. നമുക്കിവിടെ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് എന്നുള്ളത് 0-3 എന്നുള്ള ക്ലോസ് ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണ്. അതുപോലെ ഈ ഒരു ഇൻ്റർവെല്ലിൽ നമ്മൾ എഫ് ഓഫ് എക്സിന് റൂട്ട് ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പോളിനോമിയൽ ഫംഗ്ഷൻ്റെ റൂട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ x-3 ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ എഴുതുന്നത്. എല്ലാ പോളിനോമിയൽ ഫംഗ്ഷനും നമ്മൾ 0യിലേക്കാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഏത് വാല്യൂ എടുക്കുമ്പോഴാണോ അത് 0 ആയി പോകുന്നത് അതാണ് അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിന് റൂട്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു എക്സിന് 0 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് മീൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അവിടുന്ന് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഇൻ 0-3 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ എന്താണ്? നമ്മൾ സെക്കൻഡ് വേർഷനിൽ, അതായത് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൽ വരുന്ന കണ്ടീഷനാണിത്. അതായത് ഏത് സി എടുത്തു കഴിഞ്ഞാലും നമുക്ക് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സി ആണ് അവിടെ കിട്ടുന്നത്. ആ ഒരു ഇൻ്റർവെല്ലിൽ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കണ്ടീഷനാണ് നമുക്ക് ഇവിടുന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ഗ്രാഫിക്കലി എങ്ങനെയായിരുന്നു പറഞ്ഞത്? ഇങ്ങനെ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സി എന്നുള്ളൊരു പോയിൻ്റ്, വൈ ഈക്വൽ ടു സി എന്നൊരു പോയിൻ്റ്, അതായത് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സി എന്നുള്ള ഒരു ലൈനാണ് അത് വരുന്നത്. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എഫ് ഓഫ് എ ഒന്നെങ്കിൽ എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ എഫ് ഓഫ് ബിയും ഗ്രേറ്റർ ദാൻ സി ആയിരിക്കും. എഫ് ഓഫ് എ ലെസ് ദാൻ സി ആണെങ്കിൽ എഫ് ഓഫ് ബിയും ലെസ് ദാൻ സി ആയിരിക്കും. അങ്ങനെയാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് സീൻ്റെ വാല്യൂ നമുക്ക് 0 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാഫിക്കലിൽ വരുമ്പം ഈ ഗ്രാഫിൽ സി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ സി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ലൈൻ ഏതായിരിക്കും? ഈ ഒറിജിൻ വരുന്ന എക്സ് ആക്സിസിൻ്റെ ഈ ഒരു ലൈനായിരിക്കും നമുക്ക് സി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുക. അതായത് അവിടെയാണ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സി എന്ന് എഴുതാൻ പറ്റുന്നത്. ഇനി നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഒന്നെങ്കിൽ എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ 0 ആണ്, സി ആണെങ്കിൽ എഫ് ഓഫ് പി യു എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ സി ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്കൊരു കണ്ടീഷൻ കൂടി തന്നിട്ടുണ്ട്. അതായത് എഫ് ഓഫ് 1 എന്താണ്? എഫ് ഓഫ് 1 0 ആണ് എന്നുള്ളത്, എഫ് ഓഫ് 0 1 ആണെന്നുള്ള ഒരു കണ്ടീഷനും കൂടി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 0-1 നമ്മുടെ ഇൻ്റർവെൽ 0-3 ആണ്. ആ 0-3 നമ്മൾ ഇതിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 0 ഇവിടെ വരും, 3 ഏകദേശം ഇവിടെയും വരും. അപ്പോൾ എഫ് ഓഫ് 0ൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് എഫ് ഓഫ് 0 ഇവിടെ ആണെന്ന് പറയാൻ പറ്റും. ഇനി എഫ് ഓഫ് 0 1 ആയതിനെക്കൊണ്ട്, അതായത് എഫ് ഓഫ് 0 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ സി, എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ സി എന്നുള്ള കണ്ടീഷനല്ലേ. അതായത് 1 ഗ്രേറ്റർ ദാൻ സി ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ബി എന്തായിരിക്കും? എഫ് ഓഫ് 3 എന്ന് എഴുതാം. എഫ് ഓഫ് 3യും ഗ്രേറ്റർ ദാൻ സി ആയിരിക്കും. അതായത് സി ഇവിടെ നമ്മൾ 0 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് വാല്യൂസും 3നെക്കാട്ടിയും കൂടുതലായിരിക്കും. 3നെക്കാട്ടിയല്ല, 0നെക്കാട്ടിയും കൂടുതലായിരിക്കും. അപ്പോൾ സി എന്നുള്ള ലൈനിൽ മേലെ ആയിരിക്കും നമ്മുടെ ഫംഗ്ഷൻ കിടക്കുന്നത്. ഇത് എഫ് ഓഫ് എ ആയിട്ട് എടുക്കാം, എഫ് ഓഫ് 1.
എഫ് ഓഫ് 0, അതുപോലെ ഇത് എഫ് ഓഫ് 3യും. അപ്പോൾ നമുക്ക് ഈ രണ്ട് പോയിൻറ്റ്സിനെയും ജോയിൻ ചെയ്തുകൊണ്ട് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇൻ ബിറ്റ്വീൻ 0, 3 എന്നുള്ള ഇൻ്റർവെല്ലിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അതായത് നമുക്ക് കണ്ടീഷൻ തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് കണ്ടീഷൻ തന്നിട്ടുള്ളത്? എഫ് എന്നുള്ള ഫംഗ്ഷൻ 0, 3 എന്നുള്ള ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണ്. അതുകൂടാതെ എഫിന് എന്തില്ല? ആ ഒരു ഇൻ്റർവെല്ലിൽ റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പൊളിനോമിയൽ ഫംഗ്ഷൻ്റെ കേസാണെങ്കിൽ പൊളിനോമിയൽ ഫംഗ്ഷനിൽ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അവിടെ എക്സിന് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലാണോ 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ വാല്യൂ ആണ് അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റൂട്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ സെക്കൻഡ് വേർഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് സീൻ്റെ വാല്യൂ, അതായത് സെക്കൻഡ് വേർഷനിൽ എന്താണ് പറയുന്നത്? എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സി, അങ്ങനെ ഒരു പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ലേ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് സീൻ്റെ വാല്യൂ 0 ആണെന്ന് കിട്ടും. അപ്പോൾ ഗ്രാഫിക്കലി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം സി എന്ന് പറയുന്ന ഒരു പോയിൻ്റ് വൈ ഈക്വൽ ടു സി ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ സി 0 ആയതിനെക്കൊണ്ട് നമ്മൾ എങ്ങനെയാണ് സി മാർക്ക് ചെയ്യുന്നത്? ഇവിടെയാണ് വൈ ഈക്വൽ ടു സി വരുന്നത്. അപ്പോൾ നമുക്ക് വൈ ഈക്വൽ ടു സീൻ്റെ ലൈൻ ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതുകൂടാണ്ട് നമ്മുടെ ഗ്രാഫിൽ നമ്മൾ 0 എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്, 3 എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൻ്റെ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ സി ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? എഫ് ഓഫ് ബിയും ഗ്രേറ്റർ ദാൻ സി ആയിരിക്കും. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എഫ് ഓഫ് 0ൻ്റെ വാല്യൂ എന്താണ്? 1 ആണ് തന്നിട്ടുണ്ട്. 1 എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്, ഇത് ഗ്രേറ്റർ ദാൻ സി ആണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് ബി, ബി ഇവിടെ എന്താണ്? 3. നമ്മൾ ഇൻ്റർവെൽ എ ബി അല്ലേ, എ 0 ആണ്, ബി 3 ആണ്. അപ്പം എഫ് ഓഫ് 3ൻ്റെ വാല്യൂ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും എന്നുള്ളത് പറയാൻ പറ്റും. അപ്പം എഫ് ഓഫ് 0 1 അതിനെക്കൊണ്ട് നമ്മളിവിടെ 1ൽ മാർക്ക് ചെയ്യും എഫ് ഓഫ് 0ൻ്റെ വാല്യൂ. 3 അതുപോലെ ഗ്രേറ്റർ ദാൻ 0 അതിനെക്കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഈ ഒരു ഇൻ്റർവെല്ലിൽ ഇഷ്ടമുള്ളിടത്ത് മാർക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ രണ്ട് പോയിൻറ്റ്സിനെയും കൂടി ജോയിൻ ചെയ്തുകൊണ്ട് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് അവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എക്സാമ്പിളിന് സൊല്യൂഷൻ അവിടെ ആയിക്കഴിഞ്ഞു. അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറംസ് ആണ്. ഒരു തിയറം തന്നെയാണ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം, അതിൻ്റെ രണ്ട് വേർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന വിധത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഏതെങ്കിലും വേർഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്ലിയർ ചെയ്തെടുക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ട് വേർഷൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, ഇതോടുകൂടി നമ്മൾ സെക്ഷൻ 3.1 ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. താങ്ക് യു.